ആശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങെപ്പോലെൻ ദൈവമിൽ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ ഇസ്രായേലിൻ്റെയും യേശുക്രിസ്തുവിൻ രക്തത്താൽ ശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെട്ട പുതിയ നിയമസഭയുടെയും പൈതൃകം പിന്തുടരുന്നവരാണ് വിശ്വാസ സമൂഹം. ഈ സമൂഹം ദൈവത്തിൻ്റെ സ്വന്തം ജനവും ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടവുമാണ്. സങ്കീർത്തനം 95:7 പറയുന്നത്, നാമോ ദൈവത്താൽ മേയിക്കപ്പെടുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ എന്ന. അതെ, വിശ്വാസി ദൈവജനത്തിൽ ഉൾപ്പെട്ടവരും ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉള്ളവരും ആണ്. നമ്മെ ദൈവജനമാക്കി തീർക്കുന്നത് നമ്മിൽ ഉണ്ടാവേണ്ട ചില പ്രത്യേകതകൾ ആണ്. അവ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, ദൈവജനം ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടവരാ. ഉൽപ്പത്തി 35-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവുമായുള്ള ഉടമ്പടിയിലൂടെ ആയിരുന്നു ഇസ്രായേലിൻ്റെ ഉത്ഭവം. സഹോദരൻ ഏശാവിനെ പേടിച്ച് ഓടിപ്പോയ യാക്കോബ് ഹാരാനിലേക്കുള്ള യാത്രയിൽ ഒരു ദർശനം കണ്ടു. ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കൊവേണി, അതിൽ കൂടി ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്മീതെ യഹോവ നിൽക്കുന്നു. ഉൽപ്പത്തി 28:12. ദൈവസാന്നിധ്യം അനുഭവിച്ച യാക്കോബ് ഉറക്കമുണർന്നു. ഒരു കല്ല് തൂണായി നിർത്തി എണ്ണയൊഴിച്ച് ദൈവത്തിൻ്റെ നേർച്ച നേർന്നു. ആ സ്ഥലമാണ് ബേഥേൽ. ഇവിടെ നിന്നും യാത്ര തുടർന്ന് യാക്കോബ് ഹാരാനിൽ എത്തി. ഹാരാനിലെ 20 വർഷത്തെ വാസത്തിന് ശേഷം ബേഥേലിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അവിടെ യാക്കോബ് ഒരു യാഗപീഠം പണിതു ദൈവത്തെ ആരാധിച്ചു. വീണ്ടും ദൈവമായിട്ട് ഉടമ്പടി പുതുക്കി. തുടർന്ന് യാക്കോബിനെ അനുഗ്രഹിച്ച് ദൈവം നൽകിയ പേരാണ് ഇസ്രായേൽ. ഉൽപ്പത്തി 35:10. യാക്കോബ് ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ വന്നു. ഇതേ വിധത്തിൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ വരുന്നവരുടെ കൂട്ടമാണ് ക്രിസ്തു സഭ. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്ന രക്താംബരം വ്യാപാരിയായ ലുദിയെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 13 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് ലുദിയയുടെ ഹൃദയം തുറന്നു എന്നാണ്. ലുദിയ കർത്താവുമായി ഉണ്ടാക്കിയ വ്യക്തിപരമായ അനുഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തുടർന്ന് ലുദിയയുടെ ഭവനവും ഫിലിപ്പിയ പട്ടണം മുഴുവനും ക്രിസ്തു സഭയോട് ചേർക്കപ്പെട്ടു. ഇവരെല്ലാവരും ദൈവ ജനമായി തീർന്നു. കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ അംഗമായി തീരണമെങ്കിൽ ഇടയനാകുന്ന വാതിലിലൂടെ പ്രവേശിക്കണമെന്നാണ്. കർത്താവ് ആടുകളുടെ വാതിലാകുന്നു എന്നും വാതിലിലൂടെ കടക്കുന്നവൻ ദൈവശബ്ദം കേൾക്കുകയും ഒരിടയൻ്റെ കീഴിലെ ആട്ടിൻകൂട്ടമാവുകയും ചെയ്യും. യോഹന്നാൻ 10:7-16 വാക്യങ്ങൾ. വാതിലിലൂടെ പ്രവേശിക്കുക എന്നതാണ് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ആദ്യപടി. ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് പ്രവേശിക്കുന്നവരാണ് ദൈവ മക്കൾ. നാം ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവജനമായി തീരണം. ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരുന്നതിൽ കൂടി മാത്രമേ ദൈവജനമായി തീരുകയുള്ളൂ. അതുകൊണ്ട് അവൻ്റെ ശബ്ദം കേട്ടവന് അവനുമായിട്ടുള്ള ഉടമ്പടിയിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ ജനം ആകാം. ദൈവജനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അവർ
തിന്മകളിൽ നിന്ന് മോചിക്കപ്പെട്ടവരായിരിക്കണം. അതായത് നിരന്തരം പുതുക്കുകയും വിശുദ്ധീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹം. ദൈവകൽപ്പന അനുസരിച്ച് ബേഥേലിലേക്ക് പോയ ഇസ്രായേൽ ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയെന്ന ഉൽപ്പത്തി 35:2. ഇതിനർത്ഥം അവർ പിന്തുടരുന്ന എല്ലാ ആശ്രയങ്ങളെയും നീക്കിക്കളയണം. ധരിക്കുന്ന വസ്ത്രം അത് വ്യക്തിത്വത്തിൻ്റെ സൂചനയാണ്. ആഭരണം സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുടെ സൂചനയാണ്. ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ അതുവരെ ആശ്രയം വെച്ചിരുന്ന എല്ലാറ്റെയും, അതുവരെ ആരാധിച്ചിരുന്ന എല്ലാ ദേവന്മാരെയും നീക്കിക്കളയണം. തൻ്റെ വ്യക്തിത്വത്തെ നിശ്ചയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കണം. സ്ഥാനമാനങ്ങളെ നിഷേധിക്കണം. അതായത് പുതിയ ഒരു ആളത്വത്തിലേക്ക് വരണം. ക്രിസ്തു മാത്രം സർവവുമായിരിക്കുന്ന സമൂഹമാണ് ദൈവജനം. കൊലോസ്യർ 3:9-10 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതായത് ദൈവജനം നിരന്തരം സ്വയം പുതുക്കുന്നവരായിരിക്കണം. സകല തിന്മകളിൽ നിന്ന് മോചനം പ്രാപിച്ച പുതിയ സൃഷ്ടിയാകണം. ദൈവജന അന്യന്മാരുടെ ശബ്ദം കേൾക്കാതെ നല്ല ഇടയനായി ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടവനെ അനുഗമിക്കുന്നവരായിരിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ദൈവജനം എന്ന് അഭിമാനിക്കുന്ന നാം എത്രയോ തിന്മകൾ കടിപ്പെട്ടവരാ. തിന്മ പ്രവർത്തിക്കുക മാത്രമല്ല, സമൂഹത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നവരല്ലേ. കർത്താവെ, മറ്റ് ശബ്ദങ്ങൾക്ക് കാതുകൊടുക്കാതെ ദൈവശബ്ദത്തിന് കാതുകൊടുത്ത് വിശുദ്ധിയിൽ ജീവിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.